എന്തും ഏതും പറയാവുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വമാണ് ഇപ്പോൾ കാണുന്നത്. തനിക്ക് രക്ഷപ്പെടാൻ, താൻ അകപ്പെട്ടിരിക്കുന്ന ചെളിക്കുണ്ടിൽ നിന്ന് കയറി പോരാൻ മറ്റുള്ളവരുടെ മേത്തുകൂടെ ചെളിവാരി എറിയുക എന്നുള്ള ഏറ്റവും മോശമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ ഇവിടെ ജീവിക്കുന്നവരാണ്. ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും ഞങ്ങൾ രണ്ടുപേരെ കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ രാഷ്ട്രീയമായി എതിര് നിൽക്കുന്നവരോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഞങ്ങളെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം പറയാൻ അവരുടെ കയ്യിലുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയത് സ്വാഭാവികമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു ബോംബ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു അവാദ പ്രചരണം ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടു, 2-3 ദിവസം മുമ്പ് കണ്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഷൈൻ ഹോസ്പിറ്റലായിരുന്നു, മകൻ്റെ ഭാര്യയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട്. ഒരു 12 മണിയോട് എടുക്കുമ്പോഴാണ് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, ഒരു വാട്സപ്പ് അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞത്. അപ്പം അതിലാണ് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഷാജഹാൻ എന്ന് പറയുന്ന ഒരു കാലത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തി എത്രയും തരം താഴാൻ പറ്റുമോ അത്രയും മോശമായ രീതിയിലുള്ളൊരു വീഡിയോ അദ്ദേഹം ഇട്ടിരിക്കുന്നത് കാണുന്നത്. അപ്പം അതെല്ലാം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഫ്രെയിം ചെയ്തൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഇവരിപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു സംഭവം നടത്തുമെന്ന് പറയുന്ന ഞായറാഴ്ച ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഘോഷം നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഏതാണ്ട് 10-50 പേര് ഒരുമിച്ചിരുന്ന് പാടിയും ആടിയും വൈകുന്നേരം 7 മണി വരെ ഉണ്ടായിരുന്ന സമയമാണ്. എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറയേണ്ടതില്ലെങ്കിലും പറയണം, അത്തരത്തിലുള്ള വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് യാതൊരു എളുപ്പമില്ലാതെ പച്ച നുണ പറയുക, അത് പ്രചരിപ്പിക്കുക. അതിനേക്കാളേറെ ഖേദകരമെന്ന് പറയുന്നത് പിന്നീട് ഇന്നലെ ഒരു 11 മണിക്ക് ശേഷം വന്ന സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ള പോസ്റ്റുകൾ കണ്ടാൽ അറിയാം ഇത് എവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് ലജ്ജിച്ചു പോകുന്ന രീതിയിലാണ് അത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയം എത്രമാത്രം ചീഞ്ഞളിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അവരെത്രയും തൂവെള്ള വസ്ത്രം ഇട്ട് വിളക്കെ ചിരിച്ചുകൊണ്ട് വന്നു നിന്നാലും നിങ്ങളുടെ ഈ നിലപാടുകളെ ജനം തിരിച്ചറിയും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം.